വെൽക്കം ബാക്ക് ടു ഷിഹാബ് കോട്ടക്കൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാട്ടിൽ പോവാണ്. അൽഹംദുലില്ലാ ഏകദേശം 2.5 വർഷമായി നാട്ടിൽ പോയിട്ട്. നമ്മളെ ഈ കൊറോണ കാരണം നാട്ടിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാർച്ചിൽ പോകാൻ ഇന്ന് പ്ലാനൊക്കെ ഉണ്ടായിരുന്നത്, അതൊന്നും അറിഞ്ഞില്ല. എന്നാലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ ദോസ്താണ്, നമ്മളെ ബെസ്റ്റ് ദോസ്ത്, ബംഗ്ലാദേശി ദോസ്താണ് നൂർ എന്നാണ് പേര്. നമ്മളെ ഇന്ത്യ में नूर बोलेगे तो 100 है. നൂർ എന്നാണ് പേര്. ഇവൻ ബംഗ്ലാദേശ് സുഹൃത്താണ്, ഇവൻ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓക്കെ, അപ്പൊ ഇവനാണ് ഇന്ന് എയർപോർട്ടിൽ കൊടുന്നുവിടാൻ വന്നിട്ടുള്ളത്. എന്തായാലും താങ്ക് യു നൂർ. അപ്പോ എയർപോർട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് വെറും 5 മിനിറ്റേ ഉള്ളൂ എയർപോർട്ടിക്ക്. അപ്പൊ ഈ എയർപോർട്ടിൽ പോയി എയർപോർട്ടിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും കൂടി ആയിട്ട് ഇങ്ങനെ വരാം. ഇപ്പൊ മസ്കറ്റ് ടു കാലിക്കറ്റ്. അങ്ങനെ എയർപോർട്ടിലെത്തി. ഇവിടെ മസ്കറ്റ് എയർപോർട്ടിൽ പ്രത്യേകിച്ച് ഇവിടെ ആളെ 10 മിനിറ്റിൽ ഉള്ളിൽ ഇറക്കിയിട്ട് പോകണം. അതിൽ കൂടുതൽ ഇവിടെ നിൽക്കാൻ പാടില്ല. അപ്പോൾ നമ്മളെ ഫ്രണ്ട് 100 പെട്ടെന്ന് ഇറക്കിയിട്ട് അവൻ പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ പാർക്ക് എത്തി. അങ്ങനെ ഞാൻ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻട്രൻസ്. പിന്നെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ചെക്കിങ്ങും കാര്യങ്ങളും, ടെമ്പറേച്ചറും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഉള്ളിൽ കണ്ട് കയറി വന്നു. ഉള്ളിൽ കയറി വന്നു കഴിഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. ഒരു മാളിലേക്ക് കയറുന്ന ഒരു ഫീലാണ് മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കണ്ട് കയറുമ്പോൾ. കുറേ ഫ്ലോറും കാര്യങ്ങളും അതുപോലെ പാർക്കിങ്ങിനൊക്കെ ഭയങ്കര സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഒരു സത്യം പറഞ്ഞാൽ ഒരു മാള് പോലെ തോന്നിപ്പോകും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ബോർഡിംഗ് പാസ് എടുക്കാനെത്തി. ഞാൻ ഒമാൻ്റെ സലാം എയർ എന്ന് പറഞ്ഞ ഫ്ലൈറ്റിലാണ് നാട്ടിലോട്ട് വരുന്നത്. അവിടുത്തെ ഫ്ലൈറ്റിൽ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റ് തൂക്കവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം. പ്രത്യേകിച്ച് ഒമാനിൽ യാത്ര ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റ് തൂക്കമില്ല എന്നുണ്ടെങ്കിൽ നല്ല പൈസ കൊടുക്കണം. ഏകദേശം 5 റിയാൽ, ഇന്ത്യൻ മണി 1000 റുപ്യേൻ്റെ അടുത്താവും. അറിയില്ല, പ്രവാസികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത്രയ്ക്കും പൈസ അവിടെ അടക്കണം. അപ്പോൾ അവർ പറയുന്നുണ്ട് ലഗേജൊക്കെ കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻട്രൻസിൽ അവർ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ബോർഡിംഗ് പാസ് എടുത്ത് കയറി ചെല്ലുമ്പോൾ അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ഒക്കെ വന്നു. അങ്ങനെ നമുക്ക് പോകാനുള്ള ഗേറ്റിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ മലയാളികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാണ് സലാം എയറാണ്. ഈ ഫ്ലൈറ്റിലാണ് എനിക്ക് പോകേണ്ടത്. സലാം എയറിലോട്ട് ഫ്ലൈറ്റിലോട്ട് കയറുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി പോകുന്നത്. ഫ്ലൈറ്റ് കയറിയവർക്കൊക്കെ അറിയാം. ആദ്യമൊക്കെ ചില ബസ്സും കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ പിന്നീട് പുതിയ എയർപോർട്ട് വന്നപ്പോൾ ഫുൾ സെറ്റപ്പാക്കി. നമ്മുടെ നാട്ടിലും കോഴിക്കോട് എയർപോർട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ് സംഭവം. ബസ്സും ഉണ്ട്, ഇതുമുണ്ട്. അങ്ങനെ ഉള്ളിൽ വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആ ഗേറ്റിൽ നിന്ന് ഇവിടെ ഉള്ളിലോട്ട് വന്നു. ബോർഡിംഗ് പാസ് ഒന്നും കൂടി ചെക്കിംഗ് ഉണ്ട്. ആ ചെക്കപ്പ് കഴിഞ്ഞ് വന്നു. പിന്നെ ഫ്ലൈറ്റിലോട്ട് ഇങ്ങനെ കയറാണ്.
ഫ്ലൈറ്റിൽ കയറുന്നവർക്കൊക്കെ ഭയങ്കര പേടിയാണ്, എന്താവും, എന്ത് സംഭവിക്കും, നമ്മളെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്താവും എന്നൊക്കെ, അതൊക്കെ ഭയങ്കര പേടിയാണ്. ആ പേടിയൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ വെരി ഈസിയാണ് ഈ ഫ്ലൈറ്റ് യാത്ര എന്നൊക്കെ പറയുന്നത്. ഉള്ളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്ന എയർ ഹോസ്റ്റസ് നമ്മളെ കാത്തിരിക്കും. അവിടെ നമ്മളെ ബോർഡിംഗ് പാസും നമ്മളെ സീറ്റും കാര്യങ്ങളും ഒക്കെ അവർ കറക്റ്റ് നമുക്ക് കാണിച്ചു തരും. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഫ്ലൈറ്റിലെത്തി, എൻ്റെ സീറ്റിലെത്തി. എൻ്റെ ഫ്ലൈറ്റിൽ മുന്നിൽ തന്നെയാണ്, 4ാമത്തെ സീറ്റ് തന്നെ എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാനും പോകാനും ഒക്കെ പറ്റി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ ഭയങ്കര സേഫ്റ്റി ആയിട്ടാണ് നമ്മളെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നതും അതുപോലെ ഉള്ളിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ കൊണ്ടുവരുന്നതും ഒക്കെ ഭയങ്കര സേഫ്റ്റി ആയിട്ടാണ് ചെയ്യുന്നത്. ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ ഫുഡിനൊക്കെയുള്ള പൈസ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മെനു ഒന്ന് നോക്കാം. പ്രത്യേകിച്ച് ഈ ഒരു കാര്യം ഇപ്പോൾ സലാമാറിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും. ഒമാൻ റിയാലാണ് കൊടുക്കേണ്ടത്, ഓൺലി ക്യാഷേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ ഒമാൻ്റെ 600 പൈസ, അതുപോലെ കോഫി ആണെന്നുണ്ടെങ്കിൽ 500 പൈസ, അങ്ങനെ ജ്യൂസ് കാര്യങ്ങൾ സംഭവം ഫ്ലൈറ്റിൽ നിന്നൊന്നും കിട്ടില്ല. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു വിശപ്പടക്കാൻ പറ്റിയ ഡ്രിങ്ക്സും കാര്യങ്ങളും ബിസ്ക്കറ്റും കാര്യങ്ങളും അതുപോലെ സാൻഡ്വിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. പക്ഷെ പൈസ കൊടുക്കണം, ഓവർ പൈസ ഒന്നുമില്ല. 500 പൈസ 600 പൈസ, അതുപോലെ 2 റിയാൽ 2.500 നോർമലായിട്ടുള്ള പ്രൈസും കാര്യങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ ഫുൾ ടൈം ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ ലാസ്റ്റിക്ക് പിന്നെ പണി കിട്ടും. അപ്പോൾ നമ്മളെന്തായാലും ചിലപ്പോൾ ലോങ്ങിൽ നിന്നൊക്കെ വന്ന് ഒന്നും കഴിക്കാതെ ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും, പക്ഷേ നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മെനു ആണ് ഇത്. ഒക്കെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബിസ്ക്കറ്റ്, ചിപ്സ്, അതുപോലെ കപ്പ് കേക്ക്സ്, അങ്ങനെ ജ്യൂസ് കാര്യങ്ങൾ, അതുപോലെ വെള്ളം ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ വെള്ളത്തിന് വരെ നമ്മൾ പൈസ കൊടുക്കണം. കോഫിയോ ബിസ്ക്കറ്റോ കാര്യങ്ങളൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. പക്ഷേ നോർമൽ പ്രൈസിൻ്റെ ഒരു മെനു ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അപ്പോൾ വീട്ടിലെത്തി, അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് എത്തി. 3 ദിവസമായി ഇപ്പോൾ വന്നിട്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു, കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഒമാൻ്റെ സലാമാർ എന്ന് പറഞ്ഞ ഫ്ലൈറ്റിലാണ് ഇങ്ങോട്ട് വന്നത്. യാത്രയൊക്കെ റാഹത്തായിരുന്നു. 1.5 മണിക്കൂർ ഫ്ലൈറ്റ് ലേറ്റായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കൂടി ആയിട്ടാണ് മസ്കറ്റ് ടു കാലിക്കറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും നല്ലൊരു എന്താ പറയുക, യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. നാട്ടിലോട്ട് ആദ്യമായിട്ടാണ് വന്നത്. അപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റി. പിന്നെ പ്രത്യേകിച്ച് ഒരു എടുത്തു പറയേണ്ട കാര്യം, നാട്ടിൽ നിന്ന് ഒമാനിൽ നിന്ന് വരുന്നതിന് മുമ്പിൽ തന്നെ ഞാനൊരു വണ്ടി ബുക്ക് ചെയ്തിരുന്നു. നല്ല അടിപൊളി സർവീസാണ്. മല്ലു ക്യാബ് എന്നൊരു ടീമിന്റെ ഇതിലാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടിട്ട് നല്ല അടിപൊളി സർവീസ് ആയിരുന്നു. നല്ല പ്രൈസും നല്ല കാര്യങ്ങളും നല്ല നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവർ നാട്ടിൽ ഇറങ്ങി ചെയ്തു തന്നു. എന്തായാലും അൽഹംദുലില്ലാഹ് നല്ല കാര്യം. അതുപോലെ അവരുടെ വണ്ടി നമുക്ക് ബാഗൊക്കെ മറച്ചു വെച്ച് നമുക്കും അവർക്കും ഒരു ഗ്യാപ്പ് ഉണ്ട്. നല്ല അടിപൊളി സർവീസ് തന്നെ ആയിരുന്നു. നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ അവർ നമ്മൾ വീട്ടിലെത്തിച്ചു. അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പം നാട്ടിൽ നിന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് വിദേശത്ത് നിന്ന് വരുന്നവർക്കൊക്കെ അതിലോട്ട് വിളിക്കുക. അവരെ വിളിച്ച് പറഞ്ഞ് ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ടി കറക്റ്റ് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യും. ഓക്കെ,
അപ്പോൾ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നെ കൊടുന്ന നല്ല അടിപൊളിയായിട്ട് അവർ വീട്ടിലെത്തിച്ചു. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചായ ഭക്ഷണമോ വേണമെന്നുണ്ടെങ്കിൽ അവർ വാങ്ങിത്തരും. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല സർവീസ് ആയിരുന്നു. പ്രത്യേകം ഞാൻ എടുത്തു പറയാണ് ഈ വീഡിയോയിലൂടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമന്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക. പോകല്ലേ, ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, എന്നിട്ട് തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട്